വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും ആയിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കഴിഞ്ഞവരും ആയിരുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സക്കറിയായും എലിസബത്തും എപ്രകാരമുള്ളവരായിരുന്നു എന്ന് സുവിശേഷകൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരായിരുന്നു. ഈ ഒരൊറ്റ വാക്കിൽ തന്നെ ഈ രണ്ട് വ്യക്തികളെയും പറ്റി നമുക്ക് വ്യക്തമായ ഒരു രൂപം ലഭിക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ നീതിമാന്മാരായ ആളുകളുണ്ട്. വളരെയധികം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവർ അറിയപ്പെടുന്നു. ഒരുപക്ഷെ അറിയപ്പെടാൻ വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരുമുണ്ട്. അവർ മനുഷ്യരുടെ മുൻപിൽ നല്ലവരായി പരിഗണിക്കപ്പെടുന്നു. എന്നാൽ ദൈവ സന്നിധിയിൽ എങ്ങനെയെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരായിരുന്നു. കുറ്റമറ്റ വിധം പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നവരുമായിരുന്നു. ദൈവം അംഗീകരിക്കപ്പെട്ട വ്യക്തികളായിരുന്നു എലിസബത്തും സക്കറിയായും. ഇനി പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ വന്ധ്യത ഒരു ശാപമാണെന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ പരിണിത ഫലമാണ് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. എന്നാൽ എലിസബത്ത് മാത്രമല്ല, പൂർവ്വ പിതാക്കന്മാരുടെ ഭാര്യമാരായ സാറായും റബേക്കായും റാഹേലും വന്ധ്യമാരായിരുന്നു. എന്നാൽ അവരെ വലിയവരായിട്ട് നാം കാണുന്നു, അംഗീകരിക്കുന്നു. പുണ്യങ്ങൾ നിറഞ്ഞവരായിട്ട് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം അപ്രകാരം വിശുദ്ധ വനിതകളായിട്ട് വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തി തരുന്ന മിക്കവാറും സ്ത്രീകളെല്ലാം വന്ധ്യകളായിരുന്നു എന്ന് പറയപ്പെടുന്നത്? ഇവിടെ എലിസബത്തിന്റെ കാര്യത്തിലും അത് തന്നെ. ഒന്ന്, വന്ധ്യയായിരുന്നു. രണ്ട്, ഇരുവരും പ്രായം കഴിഞ്ഞവരായിരുന്നു. അപ്പോൾ മാനുഷികമായ കാഴ്ചപ്പാടില്, ബയോളജിക്കലി, ജീവശാസ്ത്രപരമായിട്ട് സന്താനങ്ങൾക്ക് ജന്മം നൽകുവാൻ പ്രാപ്തിയില്ലാത്ത ആളുകളാണ്. സ്വാഭാവികമായ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ സ്വാഭാവികമായി കഴിവില്ലാത്തവരാണ്. ആ അവസ്ഥയിലാണ് തീർച്ചയായും ദൈവിക പ്രവൃത്തികൾ കൊണ്ട് മാത്രം ഇവർക്ക് മക്കളുണ്ടാകുന്നു. ശാരീരിക ക്രമപ്രകാരം അല്ല, കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം ദൈവിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സന്താനങ്ങൾ ജനിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവര്. അങ്ങനെ അവരുടെ കുറവുകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നു. മനുഷ്യന്റെ ഏതെങ്കിലും കഴിവുകൾ കൊണ്ടോ ഗുണങ്ങൾ കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കൃപയാല് ചില കാര്യങ്ങൾ ഈ വ്യക്തികളിൽ സംഭവിക്കുന്നു. അപ്പോൾ സ്നാപക യോഹന്നാന്റെ ജനനം വിശുദ്ധരായ നീതിമാന്മാരായ മാതാപിതാക്കളിൽ നിന്നും ദൈവകൃപയാൽ സംഭവിക്കുന്നു എന്ന് ഇവിടെ വളരെ വ്യക്തമാണ്. കാരണം സുവിശേഷകൻ സ്നാപക യോഹന്നാന്റെ ജനനത്തെ പറ്റിയാണ് പ്രതിപാദിക്കാൻ പോകുന്നത്. ആ ജനനം നീതിനിഷ്ഠരായ, ദൈവസന്നിധിയിൽ നീതിമാന്മാരായി പരിഗണിക്കപ്പെടുന്ന മാതാപിതാക്കളിൽ നിന്ന് ഉള്ളതാണ്. അത് മാനുഷിക ക്രമപ്രകാരം അസാധ്യമായ ഒരു മേഖലയിൽ ദൈവിക ഇടപെടൽ മൂലം സംഭവിക്കുന്നതുമാണ്. സന്ദേശം ഇതാണ്: മക്കളില്ലാത്തവരെന്നൊക്കെ പറയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതികൾക്കായിട്ട് കാതോർക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യണം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.